നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. മാവലിക്കരയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുമ്പോ ഒരു പാലം വരും. പച്ചമല പക്ഷെ നാട്ടം വരുമ്പോഴേ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഈ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. കൊല്ലം നീണ്ടകര പാലത്തിൻ്റെ അവിടെയാണ് ഞാനുള്ളത്. മോളെ, നീ കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് ഞാനുള്ളത്. ഈ പാവം തൊഴിലാളികളെ വേർപ്പ് നാറ്റവും ഇല്ലെങ്കിലുണ്ടല്ലോ മീൻ എവിടെ എത്തൂല. നീയൊക്കെ ഞണ്ണുന്നതും കഴിക്കുന്നതും പിടിക്കുന്നതും നീയൊക്കെ പിന്നെ ഉപയോഗിക്കുന്ന പൈസയൊക്കെ വരുന്നത് ഈ പാവം തൊഴിലാളികളെ, ഈ മീൻ നാറിയ തൊഴിലാളികളെ വേർപ്പാണ് എന്നുള്ളത് നീ മനസ്സിലായി. നിന്റെ ശരീരത്തിൽ എവിടെയൊക്കെ നാറ്റമുണ്ട് അത് എനിക്കറിയാം. അത് ഇത്രയ്ക്കും ഉണ്ടോ? അപ്പൊ ഇത്രയ്ക്ക് അഹങ്കാരം ഒരു പെണ്ണിനും ഒരു മനുഷ്യനും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. മോളെ, എനിക്ക് 2018 പ്രളയം ഓർമ്മയുണ്ടോ? അതിൽ ഈ വേർപ്പൊഴുക്കിയ ആൾക്കാരാണ്, തൊഴിലാളികളാണ്. ഇവരെ വേർപ്പും കൊല്ലത്തുള്ള മണ്ണിന്റെ വാസനയുള്ള മക്കളെ സഹായവുമാണ് അവിടെ ഉണ്ടായത്. മത്സ്യ തൊഴിലാളികളുടെ വേർപ്പും കഠിന അധ്വാനവും ഇല്ലെങ്കിൽ ഈ ലോകമില്ല. അത്രയും ജനങ്ങളെ പോറ്റുന്നതും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാക്കിയതൊക്കെ ഈ തൊഴിലാളികളാ. എന്നാൽ നിന്റെ ശരീരം രാവിലെയും വൈകുന്നേരവും അല്ല ഡെയിലി നാറ്റത്തെ സ്മെല്ലിനെ പ്രൊഡ്യൂസ് അത് നിനക്ക് തന്നെ സഹിക്കാൻ പറ്റത്തില്ല. അത് നീ മനസ്സിലാക്കണം. അപ്പോ ഈ വേർപ്പൊഴുക്കിയ ഈ പാവങ്ങളെ പറയാൻ ഒരു അവകാശം നിനക്കില്ല എന്നുള്ളത് നീ മനസ്സിലാക്കിക്കോളൂ. നീ പഠിക്ക്. അഹങ്കാരം നിനക്ക് നല്ലതല്ല. ആരും പറയുന്നുണ്ടല്ലോ കൊല്ലക്കാരെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ലേ. കൊല്ലം ശരിക്കും കണ്ടിട്ടുണ്ടോ? കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് പറഞ്ഞത് വെറും വാക്കല്ല. ഇവിടെ ജ്ഞാനികളാണുള്ളത്. ജ്ഞാനികളാണ് കൊല്ലത്തുള്ളത് എന്നുള്ളത് ഞാൻ കണ്ട് മനസ്സിലാക്കിയത് കാട്ടിയും ഉണർന്ന് മനസ്സിലാക്കി എന്ന് പറയാം. പിന്നെ ഇവിടെ ജാതിയില്ല, മതമില്ല, സ്നേഹം മാത്രം. പുതിയ ഇവിടുത്തെ ആഹാര രുചി വേറെ, ഇവിടുത്തെ മണ്ണിന്റെ രുചി വേറെ, പിന്നെ മനുഷ്യന്റെ സ്നേഹത്തിന്റെ രുചി വേറെ. അങ്ങനെ പിന്നെ വയനാട്ടിൽ ഉരുളുപൊട്ടി സഹായിക്കാൻ, പിന്നെ മനുഷ്യന്റെ മുഖം നോക്കാണ്ട് സഹായിക്കാൻ രാവും പകലും എത്തിയത് ഇവിടുത്തെ തൊഴിലാളികളുടെ വേർപ്പിന്റെ നാറ്റമാണെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. വയനാട്ടിൽ അത്ര കണ്ണീര് വടിച്ച് നടക്കുമ്പോഴും കൊല്ലത്തുള്ള ഓരോരുത്തരെ തുടിപ്പുകൾ ഞാൻ ഉണർന്ന് മനസ്സിലാക്കിയതാ. എന്നാൽ അവരാരും മുഖം കാണിക്കാൻ തയ്യാറല്ല. ഓരോ ജോലി മേഖലകളിലും, ഓരോ ഉദ്യോഗസ്ഥ മേഖലകളിലും, ഓരോ സംഘടന മേഖലകളിലും ആയിട്ട് അവര് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ നാട്ടുകാരനാണ്. കൊല്ലം എൻ്റെ നാടാണ്. അത്രയും ഇഷ്ടമാണ് എനിക്ക് കൊല്ലത്തോട്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട, അതാണ് ശരിക്കും സത്യമായ വാക്കാണത്. അത് പറഞ്ഞ കവിക്കൊരു സലീം.